This video is a part of the PhD research work of Jayashree MP at Banaras Hindu University, Varanasi, under the guidance of Professor Dr. Kalyan Khade. The topic of research is connected with the socio-cultural relevance of coconut. In this episode, Dr. T.P. Radhakrishnan Nambudiri, retired principal, Madras Sanskrit College, Chennai, who is also a renowned astrologer, explains the presence of coconut in the various Aradhana Sampradayas or cults in Kerala. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ആരാധനകളിൽ വൈഷ്ണവാരാധന അത് അവിടെ വേറെണ്ണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 6 മതങ്ങളിൽ വൈഷ്ണവം അവിടെ നിൽക്കട്ടെ. ബാക്കി ശൈവം അതിൽ 3 കണ്ണ് ഉണ്ട്. ഈ ശിവൻ്റെ സ്വരൂപമായിട്ടാണ് തേങ്ങേനെ കണക്കാക്കുന്നത്. ഗാണപദം ഗണപതിക്ക് തേങ്ങ അടിക്കൽ, തേങ്ങ മുട്ടൽ, തേങ്ങ കൊണ്ട് അഷ്ടദ്രവ്യം, തേങ്ങയും വെള്ളവും വെള്ളവും കൂടി ഗണപതിക്ക് നേദ്യം. അപ്പോൾ ഗണപതിക്ക് തേങ്ങയില്ലാത്ത പണിയേ ഇല്ല. അതിപ്പോൾ ഈ നാട്ടിലല്ല, ഈ ലോകം മുഴുവൻ ഈ തേങ്ങ എന്ന് പറയുന്ന സാധനം ഗണപതിക്ക് വളരെ വിശേഷമായിട്ട് പറയുന്നതാണ്. അതുപോലെ തന്നെ ശാക്തേയത്തിൽ ഈ മുട്ടിറക്കൽ, മാമാനിക്കുന്ന് പോലത്തെ സ്ഥലത്തും അതുപോലെ തന്നെ കാടാമ്പുഴ ഭാഗത്ത് ഉള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തേങ്ങയിലെ കൂടിയാണ് ചെയ്യുന്നത്. പിന്നെ ശിവൻ്റെ തന്നെ വേട്ടക്കരുവൻ എന്നൊരു വലിയൊരു സങ്കല്പമുണ്ട്. അതിൽ ഒരാൾ ഇരുന്നിട്ട് ഈ 12000 തേങ്ങ വയ്യപ്പുറത്ത് ഇങ്ങനെ കൊടുക്കും, പൊട്ടിക്കണം. രാവിലെ തുടങ്ങിയാൽ എത്രയോ രാത്രി തുടങ്ങിയത് കുറേ നേരമാകും, മണിക്കൂർ കണക്കിനാണ്. 12000 തേങ്ങ ഒരാളെന്നെ വേറെ ആളെ മാറ്റാനൊന്നും പറ്റില്ല. ഇയാൾ വ്രതൊക്കെ എടുത്തിട്ട് ഇരിക്കുക. അപ്പോൾ അത്തരത്തിൽ ഈ വേട്ടക്കരുവൻ്റെ 12000 തേങ്ങ ഇടി എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിശേഷമാണ്. അതുപോലെ ഗണപതിക്ക് ഇപ്പോഴും നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഉള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഗണപതി ക്ഷേത്രം, പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ ഇന്നും എന്താണ് എല്ലാ കാര്യങ്ങളും തേങ്ങ അടിക്കുന്നത് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഈ ഗാണപദത്തിൽ വേട്ടക്കരുവൻ്റെ സങ്കല്പത്തിൽ അതുപോലെ തന്നെ ദേവി ശാക്തേയ സങ്കല്പത്തിൽ ഇതൊക്കെ എന്തുണ്ട്, തേങ്ങയുടെ ഇതുണ്ട്. ശാക്തേയ ആരാധനാ സമ്പ്രദായം എന്ന് പറയുന്നത് ഒരു രാജസം താമസം ഈ 2 വിഭാഗത്തിൽപ്പെട്ടുള്ള ആരാധനകൾ വരുന്നതാണ്. അപ്പോൾ ആരാധനകൾ സാത്വികമായിട്ടുള്ളത്, അതുപോലെ തന്നെ ചില നമ്മൾ ഭജിക്കുന്നത് ജപിക്കുന്നത് ഇതൊക്കെ സാത്വികത്തിൽപ്പെട്ടതാണ്. രാജസം എന്ന് പറയുന്നത് അതിൽ കുറച്ചധികം എന്തുണ്ടാവും എന്ന് വെച്ചാൽ അലങ്കാരങ്ങളും അതുപോലെ തന്നെ അതിന് കുറേ പൊലിമകളും ഇതൊക്കെ കൂടും, കുറേ ആൾക്കാരൊക്കെ കൂടും, അതിന് വാദ്യവും ഘോഷവും അങ്ങനെയൊക്കെ കുറേ ഇതൊക്കെ കൂടും. പിന്നെ കുറച്ചുകൂടി ആകുമ്പോൾ വെച്ചാൽ താമസാരാധന, വലിയ വട്ടത്തിൽ കുറേ ഗുരുതി, കുറേ പന്തങ്ങൾ, അതൊക്കെ ആയിട്ട് അങ്ങനെ കൊല്ലാണ്. ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ ആത്യന്തികമായിട്ട് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ: നമ്മുടെ മനസ്സ് സമാധാനമായിരിക്കണം. നമ്മുടെ മനസ്സിന് എന്ത് ചെയ്യണം, എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഈ ഭഗവത് പാദ സന്നിധിയിൽ തീർന്നു എന്നുള്ളൊരു ബോധം വന്നാൽ ആരാധന അത് സാത്വികായാലും രാജസായാലും താമസായാലും അതിൽ ഈ ശാക്തേയ ആരാധനയിൽ തേങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഒരു അതിന് പ്രയോഗം എന്ന് പറയാം, കർമ്മം എന്ന് പറയാം. അപ്പോൾ അതിനങ്ങനെ പലതരത്തിലുള്ള പ്രയോഗമുണ്ട്. മറികൊത്തൽ, ഒടികൊത്തൽ. ഇപ്പോൾ ഈ മറിയുക, ഒടിയുക, ഇതൊക്കെ എന്താണ്, ഈ 2 പദങ്ങൾ ഒരു ആക്സിഡൻഷ്യൽ, ഒരു അപകടത്തിൻ്റെ സൂചനകളാണ്. ഇല്ല, മറഞ്ഞു പോയി എന്നല്ലേ, ഒടിഞ്ഞുപോയി. അപ്പോൾ ഈ ഒടീനെ ഒഴിവാക്കുക, മറഞ്ഞു പോകുന്നതിനെ ഒഴിവാക്കുക. അതല്ലേ ഇപ്പോൾ 2 പ്രകരണമായി. ഒന്ന് നമ്മളെ വരാൻ പോകുന്നതിനെ തടുക്കാൻ, അതായത് അത് മറയാണ്ടിരിക്കണ്ടേ, ഒടിയാണ്ടിരിക്കണമല്ലോ. അപ്പോൾ ഈ മറിയുക, ഒടിയുക, ഈ 2 പ്രശ്നങ്ങളെ തീർക്കാനുള്ള ഒരു വളരെ വിശേഷപ്പെട്ട ഒരു കർമ്മമാണ് ഈ മറികൊത്തൽ, ഒടികൊത്തൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല സമ്പ്രദായം. ഇതിൽ ചില ക്ഷേത്രങ്ങളിൽ മാമാനിക്കുന്ന് വളരെ വിശേഷപ്പെട്ട സ്ഥലമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അവിടെ ഈ തേങ്ങ വെച്ചിട്ട് നമ്മളെന്തുകൊണ്ട് നമ്മൾ കടന്നു വെക്കണം, കടന്നു വെച്ച് പിന്നോട്ട് വന്ന് ഈ നക്ഷത്രവും അവനവൻ്റെ പേര് ഇതൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഈ കർമ്മിയാണെന്തെന്ന് സ്വയം ഇത് ഈ കൊത്തുന്നു. അപ്പോൾ എന്തായി, ആ കൊത്തുന്നതോട് കൂടിയിട്ട് ഇയാളുടെ എന്ത് പോയി, ഇയാൾക്ക് വല്ല മറിയും പറ്റിയിരുന്നെങ്കിൽ അത് പോവും, വരാൻ പോകുന്ന മറിയുന്നത് അതും പോവും, 2 പോകുന്ന അർത്ഥം. അപ്പോൾ മാമാനിക്കുന്നിൽ മറി കൊത്താൻ മറിയണമെന്നില്ല, മറിയാതിരിക്കാനും കൊത്താം. അല്ല, എനിക്ക് വല്ലതും മറിഞ്ഞുപോയി, മറിയുക എന്നുള്ള പദം ഒരു വലിയ വിശാലമായ അർത്ഥത്തിലെടുക്കണം. എന്നുവെച്ചാൽ നമുക്ക് പഠിപ്പ് നന്നായിട്ട് വരുന്നില്ല അല്ലേ, പഠിപ്പ് മറഞ്ഞു അല്ലെങ്കിൽ ഒടിഞ്ഞുപോയി. അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ല, അപ്പോൾ എന്തായി, അത് മനസ്സ് മുട്ടായി ഇല്ലേ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ശരിയാവുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്ത് വരാം, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതെന്താ വെച്ചാൽ അതങ്ങ് സ്കിപ്പ് ചെയ്ത് പോവാം. ആ സ്കിപ്പ് ചെയ്ത് പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തേങ്ങ വെച്ചിട്ട് ഇത് ദേവീനെ വിചാരിച്ചിട്ട് കൊത്തുന്നർത്ഥം. അതിൽ തന്നെ ഇതിപ്പോൾ നമ്മൾ ദൈവികമായിട്ട് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കാര്യമാണ്. ഇതേപോലെ തന്നെ
നമ്മുടെ ഗൃഹങ്ങളിൽ ഈ മന്ത്രവാദം എന്നിട്ടൊരു പരിപാടി, അതിൽ ഈ സ്തംഭനഭൂതം എന്നും അങ്ങനെ കുറേ തരത്തിലുള്ള ബാധകൾ, അതായത് അപ്പോൾ ജ്യോതിഷം അങ്ങനെയുള്ള ശാസ്ത്രദ്വാര കുറേ ബാധകളുടെ പേരുണ്ട്. അതിൽ ഈ ഒടിമറി, സ്തംഭനം, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ടെന്ന് അർത്ഥം. ആ ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിന് ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ഇത് തേങ്ങ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഈ മന്ത്രവാദ കാര്യമാകുമ്പോൾ അതാണ് ഈ ഒടിക്കും മറിക്കലും ചെറിയ ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന അർത്ഥം. ഈ ഹോമവും പൂജയും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഗുരുസി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെന്താ, ഈ ആരിക്കാവുന്ന ഇത് കഴിക്കുന്ന വെച്ചാൽ അയാളെ വിളിച്ചിട്ട് ഒരു പലക അടവച്ചു. ഈ പലക വെച്ചിട്ട് ചൂരലിൻ്റെ വടി, അത് തേങ്ങ വെച്ചു, അതിൻ്റെ മേലെ ചൂരലിൻ്റെ വടി വെച്ചു. ആ വടി വെച്ചിട്ട് ഇയാളോട് കടന്ന് വെക്കാനാണ് പറയും. കടന്ന് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും 2 3 തവണ കടന്ന് വെച്ച് പ്രാർത്ഥിച്ചിട്ട് എന്താ ചെയ്യുന്നു, ഈ മുള അതടക്കം എന്ത് ചെയ്യുന്നു, ഒറ്റ കൊത്ത്. അപ്പോൾ അങ്ങനെ കൊത്തിയിട്ട് എന്താ, ഈ തേങ്ങയും ഈ മുളവടി ഒന്നിച്ചു മുറിയും. ഈ മുളവടിക്ക് പകരം ചില ദിക്കിൽ വേറെ ചില കമ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഓരോ അത് ചില ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഈ പാരമ്പരികമായിട്ടും കസ്റ്റംസ് എന്ന് പറയും. കസ്റ്റം എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് അവരവരുടെ ഗുരുക്കന്മാർ ഉപദേശിച്ചത്. ചിലർ ആലിൻ്റെ കൊമ്പ് ഉപയോഗിക്കുന്നുണ്ട്, ചിലർ മുളേൻ്റെ കൊമ്പ് ഉപയോഗിക്കുന്നവരുണ്ട്, പാലിൻ്റെ മരം പാല, അതുപോലെ തന്നെ അങ്ങനെയാണ് അതിൻ്റെ കമ്പുകൾ, നമ്മൾ പ്ലാവിൻ്റെ കൊമ്പ്, മാവിൻ്റെത്, അങ്ങനെ ഒരാൾ അത് സമ്പ്രദായ ഭേദം. അത് ഒരാൾ വെച്ചാൽ എൻ്റെ ഗുരു എനിക്ക് അങ്ങനെ പറഞ്ഞതെന്ന് പറയും. മേ ബി ഏതായാലും അത്തരത്തിൽ ഈ കൊമ്പ് വെച്ചിട്ട് തേങ്ങയുടെ മേലെ കടന്ന് വെപ്പിച്ചിട്ട് കൊത്തുന്നത് ഇതെല്ലാം ഗാർഹികമായിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റേതെന്ന് വെച്ചാൽ സാമൂഹികമായിട്ട്, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാടാമ്പുഴയിൽ മുട്ടിന് ഇതാക്കുന്നില്ല, നിങ്ങളെ പേര് പറഞ്ഞിട്ട് എറിഞ്ഞിട്ട് അയാളെ പൊട്ടിക്കുന്നു. മാമാനിക്കുന്നാകുമ്പോൾ അത് കൊത്തലായി, അത്രേ വ്യത്യാസമുള്ളൂ. ഇത് വസ്തുസ്ഥിതി എന്ന് വെച്ചാൽ തേങ്ങേന നമ്മളൊരു എന്താ പറയണ്ടേ, നമ്മുടെ മുട്ട്, അതായത് നമ്മുടെ മറികൾ, നമുക്ക് വന്നുള്ള ഒടിവുകൾ, ചതവുകൾ, അതായത് ഈ പറയുന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നടത്തും. അത് ഞാൻ പറയാം, ഈ ഒടി മറി എന്നൊക്കെ പറയുന്നത് കുറച്ച് വിശാലമായിട്ട് അർത്ഥമാണ്. നമുക്ക് ഏത് പ്രശ്നത്തിൽ എന്ത് വരാം, അത് മറിഞ്ഞു പോകാം, ഒടിഞ്ഞു പോകാം. ഈ ഒടിവ് മറിവ് നീക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെയിൻ ഇൻസ്ട്രുമെൻറ്റ്, അതിപ്പോൾ ഈ കാടാമ്പുഴയിൽ മുട്ടുന്നതായാലും മാമാനിക്കുന്നിൽ മുറിക്കുന്നതായാലും നമ്മുടെ ഗൃഹത്തിൽ ഈ മുള വെച്ചിട്ട് തേങ്ങ മുറിക്കും, ഇതെല്ലാം സംഭവം അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്തെന്ന് വെച്ചാൽ അതിൻ്റെ കണ്ടൻറ്റ് എന്ന് വെച്ചാൽ തേങ്ങ കണ്ടൻറ്റ്. മുട്ടറക്കുക, അതുപോലെ തന്നെ ഒടി കൊത്തുക, മറിക്കുക എന്നൊക്കെ പറയുന്നതിൽ ഈ തേങ്ങേനെ നമ്മൾ തലക്ക് ഒഴിയുക, അക്ഷതത്തോടുകൂടി പൂവെല്ലോടുകൂടി ചുവന്ന കുറിയൊക്കെ തരും, അതിലെടുത്ത് നമ്മൾ തലക്ക് ഇങ്ങനെ ഒഴിഞ്ഞിട്ട് കൊടുക്കും. ഒഴിഞ്ഞിട്ട് അത് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ അതിപ്പോൾ അതിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് അതിൻ്റെ കൺസെപ്റ്റ് നോക്കിയാൽ വലിയ കൺസെപ്റ്റുകളാണ്. ഈ നമ്മളെ ഈ കണ്ണ് നിറഞ്ഞ ത്രിനേത്രം, അതായത് പരമേശ്വരൻ്റെ അവതാരം എന്നൊക്കെയാണ് പറയുന്നതിന്. ത്രിനേത്രനായിട്ടുള്ള പരമേശ്വരൻ, മുക്കണ്ണനായിട്ടുള്ള പരമേശ്വരൻ ഈ നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും എന്താണ് പരിഹാരം ആക്കുന്ന ഒരേ ഒരു ദേവത. അതായത് നമ്മുടെ തലപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, അത് വൈക്കം മഹാദേവ ക്ഷേത്രം കേട്ടിട്ടുണ്ടാവും. ചില ശിവാരാധന എന്ന് പറയുന്നത് നോക്കിക്കോ, ശൈവം, അതുപോലെ തന്നെ ഗാണപദം, അതുപോലെ തന്നെ കൗമാരഭൃത്യം, ശാക്തേയം, എല്ലാം ശിവസംബന്ധമായ ആരാധനയല്ലേ ഉള്ളൂ, ബാക്കി ഏതായുള്ള. അപ്പോൾ നമ്മൾ ജീവിക്കുന്നതിന് ശൈവാരാധനത്തിനാണ് ജീവിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളത് ശിവൻ്റെ 3 കണ്ണായിട്ട് അത് സങ്കല്പിക്കുന്നു. നമ്മുടെ ഈ തലക്ക് ചുറ്റുന്നുണ്ടെന്ന് വെച്ചാൽ അതിലേക്കൂടെ നമ്മളതെല്ലാം എന്താ വെച്ചാൽ ഈ തേങ്ങ നമ്മളിൽ നിന്ന് ആഗിരണം ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ അതങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ തലക്ക് ചുറ്റുന്നതോടുകൂടിയിട്ട് നമ്മൾ എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളും ഇതിലേക്ക് ആവാഹിക്കപ്പെടുന്നു, തേങ്ങയിലേക്ക് ആവാഹിക്കപ്പെടുന്നു. അതൊരു കൺസെപ്റ്റാണ്, അത്രയേ ഉള്ളൂ. ഇതൊരു എന്താ പറയേണ്ടത് സിംബോളിസം അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് അങ്ങനെയൊക്കെ പറയാം. ഇത് ടോട്ടലി നമ്മൾ ആവാഹിക്കുന്നത് ഈ തേങ്ങയിലേക്ക് നമ്മുടെ എല്ലാ ദോഷങ്ങളെയും പിടിച്ചു, ഇത് ആവാഹിച്ചു, അത് കൊടുത്തു, അത് കഴിഞ്ഞില്ല നമ്മുടെ പ്രശ്നങ്ങളിലായി തേങ്ങയിലേക്ക് പോയി നടത്താം. അത്തരത്തിലുള്ളൊരു കൺസെപ്റ്റ്. ഇപ്പോൾ ഒരാൾ പറയില്ലേ, ഇത് നിങ്ങൾക്ക് ബാധയുണ്ട്, തുളസിപ്പൂ ഇതൊക്കെ എടുത്തിട്ട് മന്ത്രവാദമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ആവാഹിച്ചത് കളഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫീലിംഗ് ഉണ്ട്, ആഹാ അയാളെന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് പോയി. അതുപോലെ ഈ തേങ്ങ എടുത്ത് നമ്മൾ തലക്കിങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ നമ്മളെ ദേഹത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ തേങ്ങയിലേക്ക് വന്നു. ആ തേങ്ങ നമ്മളയാളെ ഏൽപ്പിച്ച് അത് ഉടച്ചു കളഞ്ഞാൽ അതെന്തായി പ്രകൃതിയിലേക്ക് ലയിച്ചു പോയി. എന്നിട്ട് സമാധാനം അത് വലിയൊരു ഘടകമാണ്. വെച്ചാൽ എൻഡ് ഓഫ് ദി ഡേ ആയിരിക്കും എന്താ വേണ്ടത്, ഒരു മെൻ്റൽ പീസല്ലേ വേണ്ടത്. അത് ഇതിനെക്കൊണ്ട് കിട്ടുമെങ്കിൽ അതൊരു 20 രൂപ വിലയുടെ സാധനമാണ്, ഒന്നും സംഭവിക്കാനില്ല, നന്നായിട്ട് വരും. അതുപോലെ തന്നെ കൗളത്തിലായാലും എന്തുണ്ട്, തേങ്ങയിട്ടുള്ള അപ്പം ഇല്ലാണ്ടെന്നില്ല, തേങ്ങയില്ലാണ്ട് അപ്പമില്ല. അപ്പോൾ അതിൽ ഈ ചെറുപയർ തേങ്ങയിട്ട് നേദ്യം. കൗളെന്ന് പറയുന്നത് ശാക്തേയത്തിൻ്റെ താമസരൂപം, അത്രയേ ഉള്ളൂ. കൗളെന്ന് പറയുന്നത് ശാക്തേയം തന്നെയാണ്. ഈ മറികൊത്തൽ, ഒഴുകൊത്തൽ, ആവാഹന, ഗുരുസി ഇതൊക്കെ ഉണ്ട്. പക്ഷേ എന്തുണ്ട്, കുറച്ചതിൽ മാംസവും മദ്യവും അങ്ങനെയുള്ള കാര്യങ്ങളും കുറച്ച് വർദ്ധിക്കും. ഇപ്പോൾ ശാക്തേയവും കൗളവും എന്താണ്, ശാക്തേയത്തിൻ്റെ ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരു താമസിക ആരാധനയാണ് കൗളം എന്ന് പറയുന്നത്. കൗമാരഭൃത്യം എന്ന് പറയുന്നത് കുമാരൻ, സുബ്രഹ്മണ്യൻ ഉദ്ദേശിച്ച് പറയുന്നതാണ്. സുബ്രഹ്മണ്യ ആരാധനയിൽ എന്താ പറയുകയെന്ന് വെച്ചാൽ ഇവരെല്ലാം പുറപ്പെടുമ്പോൾ ഇതിൽ തേങ്ങ ഉടച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ശിവവിഷ്ണു സങ്കല്പത്തിൽ, ശിവവിഷ്ണുവിനുള്ള അഭേദ സങ്കല്പത്തിൽ
അയ്യപ്പൻ ശാസ്താവ് ഹരിഹരപുത്രനായിട്ട് സങ്കല്പം, ശാസ്ത്രസങ്കല്പം ധർമ്മശാസ്ത്ര എന്ന് പറയുന്നത്. അതിൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ ബ്രഹ്മചാരിയായിട്ടുള്ള ഒരു സങ്കല്പമാണ് ഇവിടെ അയ്യപ്പൻ ശബരിമലയിൽ. ആടിപ്പോൾ നമ്മളിപ്പോൾ എല്ലാം നോക്കിക്കോ, ഇരുമുടിയിൽ നെയ്യ് നിറക്കുന്ന തേങ്ങയിലാണ് തുടങ്ങുന്നത്. അതിന് വെള്ളം കളഞ്ഞിട്ട് അതിന് പകരമാണ് നെയ്യ്. അപ്പോൾ അത് ഈ നെയ്യ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയേണ്ടത് ആത്മാവായിട്ടും ശരീരമായിട്ടും അങ്ങനെ പല വലിയ വലിയ കൺസെപ്റ്റ്സൊക്കെ അതിന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 18-ാം പടി കയറാൻ തന്നെ പമ്പയിലെത്തിയാൽ മുതൽ എന്ത് വേണം, തേങ്ങ അടക്കാൻ തുടങ്ങണം. അത് കഴിഞ്ഞിട്ട് 18-ാം പടി കയറുമ്പം തേങ്ങ ഉടക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ഉടച്ച തേങ്ങകൾ നെയ്യ് കളഞ്ഞാൽ ഇതെല്ലാം ആഴിയിലേക്ക് ഗണപതിയുടെ ആഴിയിലാണ്. ആ ഗണപതി ഹോമത്തിലേക്ക് സങ്കല്പം അവിടത്തേക്ക് പോകണം. പിന്നെ ഇത് കഴിഞ്ഞാൽ തേങ്ങ മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടണം. അത്തരത്തിലുള്ള ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ ഈ ശാസ്താവിൻ്റെ ആരാധനയിൽ, അതും വിശേഷമായിട്ട് ധർമ്മശാസ്താവ് അയ്യപ്പൻ്റെ ആരാധനയിൽ തേങ്ങ എന്ന് പറയുന്നത് വളരെയധികം പ്രധാനമാണ്. അപ്പോൾ ടോട്ടൽ എന്താണെന്ന് വെച്ചാൽ ശൈവത്തിലായാലും ഗാണപദത്തിലായാലും കൗമാരഭൃത്യത്തിലായാലും അതുപോലെ തന്നെ ശാക്തേയത്തിലായാലും അതുപോലെ തന്നെ കൗളത്തിലായാലും ഇതിലെല്ലാം എന്തുണ്ടെന്ന് വെച്ചാൽ ഈ തേങ്ങേൻ്റെ പ്രയോഗമില്ലാത്ത ഒരു ആരാധനകളോ നിവേദ്യങ്ങളോ പ്രാർത്ഥനകളോ ഇല്ലാന്നർത്ഥം. ഇതിൽ 2 തരത്തിലുള്ള വൈഷ്ണവ സമ്പ്രദായത്തിൽ സുദർശനം എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട മന്ത്രമുണ്ട്. ആ മന്ത്രത്തിൽ എന്താ പറയുന്നത് വെച്ചാൽ പരകർമ്മ മന്ത്ര യന്ത്ര ഔഷധ അസ്ത്ര ശസ്ത്രാണി സംഹര ഇതെല്ലാം സംഹരിക്കണം. പക്ഷേ വേറൊരാൾക്കാർ ചെയ്തിട്ടുള്ള അസ്ത്രങ്ങളായാലും ശസ്ത്രങ്ങൾ പരകർമ്മ മന്ത്ര യന്ത്ര തന്ത്ര ഔഷധ അസ്ത്രശസ്ത്രാണ്. ബാക്കിയുള്ളവർ ചെയ്തിട്ടുള്ള എല്ലാ പ്രയോഗങ്ങളും എന്ത് വേണം, സംഹര അങ്ങനെ സംഹരിച്ചത് മൃത്യോർമോചയ അതിലെന്ത് വേണം, നമ്മുടെ മൃത്യുവിനെ എന്ത് ചെയ്യണം, അതിൽ മോചിപ്പിക്കണം. അതുകൊണ്ട് വിഷമങ്ങളിൽ നിന്ന് മോചിപ്പിച്ചാൽ മൃത്യു വെച്ചാൽ മരണം എന്നല്ല അർത്ഥമല്ലാതെ പറയുന്നത്. അതുകൊണ്ടുള്ള വിഷമങ്ങളെ മോചിപ്പിക്കണം എന്നർത്ഥം. കൃഷ്ണായ ഗോവിന്ദായ ഗോപിജന വല്ലഭായ പരായ പരമ്പുരുഷായ പരമാത്മനെ പരകർമ്മ മന്ത്രേന്ദ്ര ഔഷധാസ്ത്രാണി സംഹര മൃത്യോർമോചയ ഓം നമോ ഭഗവതേ മഹാസുരസനായ ദീപ്തര ജ്വാലാപരീതായ സർവ്വദിക്ഷോഭണകരായ എല്ലാ ദിക്കിനെയും ക്ഷോഭിപ്പിക്കുന്ന ഇത് ഈ മന്ത്രം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഈ സുദർശന മന്ത്രം എന്ന് പറയുന്നത് അതിനൊരു സുദർശനത്തിൽ തന്നെ നമ്മളൊരു ദേവതയായിട്ട് കൽപ്പിക്കുന്ന അർത്ഥമാണ്. പിന്നെ അവിടെ വിഷ്ണു ശിവനും നോക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മന്ത്രം അവിടെയുണ്ട്. അത് വൈഷ്ണവത്തിൽ വളരെ പ്രധാനമായിട്ടുള്ള മന്ത്രമാണ്. അതെല്ലാം എന്ന് വെച്ചാൽ ഈ ഇങ്ങനെയുള്ള തരത്തിലുള്ള ഔട്ടർ റൈവൽസ്, പുറമേ നിന്ന് വരുന്ന ശത്രുക്കളെ നശിപ്പിക്കാനുള്ള ഒരു കാര്യം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങേപ്പുറത്തെ ഭാഗത്ത് ശൈവം എന്ന് പറഞ്ഞാൽ നൃസിംഹവദനെ മഹാവദനെ പരകർമ്മ വിധ്വംസിനി പരകർമ്മച്ഛേദിനി പരയന്ത്രനാശിനി പരകർമ്മ മന്ത്രയന്ത്ര ഇതേ സുദർശനത്തിൻ്റെ മന്ത്രങ്ങൾ തന്നെ വരുന്നത്. സർവശക്തിരാകർഷയ ജ്വാലാജിഹ്വേ കരാളദംഷ്ട്രേ ദേവി മഹാപ്രത്യങ്കിരെ ഹനഹന ദഹദഹ ചടചട എന്നൊക്കെ കുറേ തരത്തിലുള്ള എന്താ പറയേണ്ടത് അത്തരത്തിലുള്ള ആ മന്ത്രം തന്നെ പറയുന്നത് കേട്ടാൽ നമുക്ക് പേടിയോ. അത്തരത്തിലുള്ള ചടചട പ്രചട കഹ കഹ വമ വമ ബന്ധ ആകർഷയ വലിയ മന്ത്രമാണ് പ്രത്യങ്കിര എന്ന് പറയും. അപ്പോൾ അത്തരത്തിലുള്ള മന്ത്രങ്ങൾ ഇതെല്ലാം എന്തെന്ന് വെച്ചാൽ മറ്റുള്ളവർ ചെയ്തിട്ടുള്ള അതിൻ്റെ പേരുകളാണ് ഈ ഒടിയെന്നും മറിയെന്നും ബാധാന്നും അതുപോലെ തന്നെ സ്തംഭനെന്നും അതുപോലെ വശ്യെന്നും അതുപോലെ തന്നെ വിഷമെന്നും അങ്ങനെ പല തരത്തിലുള്ള പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിനൊക്കെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണെന്ന് നമ്മളെ തേങ്ങ എന്ന് പറയും. അതിനെ നശിപ്പിക്കാൻ ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് തേങ്ങാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ തേങ്ങയും നമ്മുടെ ഭാരതീയ ആരാധനാ സമ്പ്രദായവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബന്ധുത്വം എന്ന് പറയുന്നത് വളരെ 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 പ്രാധാന്യമുള്ളതാണ്, വളരെയധികം വലുതുമാണ്. അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള പലതരത്തിലുള്ള സ്തംഭനങ്ങൾ, ഇത്തരത്തിലുള്ള മാനസികമായതും ശാരീരികമായിട്ടുള്ളതും രോഗവിഷയമായിട്ടുള്ളതും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ആധ്യാത്മികമായിട്ട് ദുഃഖങ്ങൾ, ആദിദൈവികമായിട്ട് ദുഃഖങ്ങൾ, ആദിഭൗതികമായിട്ട് ദുഃഖങ്ങളില്ലാത്ത മനുഷ്യനില്ലല്ലോ. ഈ സാധനത്തിന് എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു ദിക്കിൽ അതിൻ്റെ ഫുൾ സ്റ്റോപ്പ് ആക്കണം. ആ ഫുൾ സ്റ്റോപ്പ് ദൈവികമായിട്ട് ചെയ്യാനാവുള്ളൂ. ഒരു സൈക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു കൗൺസിലർക്കോ അല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ ഒരാൾ അഡ്വൈസ് ചെയ്തുകൊണ്ടോ കൗൺസിലൊന്നും ശരിയാവില്ല. അയാൾക്കെന്ത് തോന്നണം, എനിക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നു തോന്നാൻ ഏറ്റവും നല്ല സാധനം തേങ്ങ ഉരിക്കുന്നതാണ്. അത് നിങ്ങൾ മാമാനിയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാടാമ്പുഴയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കഴിച്ചിട്ടോ ആയാലെന്തായി, നിങ്ങൾക്കൊരു സമാധാനമായി, ആഹാ എൻ്റെതെല്ലാം ശരിയായി. ആ ശരിയാവാനുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് തേങ്ങ വളരെയധികം ഉപകാരം ചെയ്യുന്നുണ്ട് അർത്ഥം. ഒന്നോർത്താൽ നാളികേരത്തോട് തന്നെ ഉപമിക്കാം ശ്രീ ടി.പി. രാധാകൃഷ്ണൻ സാറിനെയും. അറിവിൻ്റെ പാളികൾ ഒന്നൊന്നായി പൊതിച്ചു കഴിയുമ്പോൾ അകത്ത് അങ്ങേയറ്റം പവിത്രമായ മധുരമായ സ്നേഹം മാത്രം. മഹാജ്ഞാനികൾക്ക് ഇത്രയും വിനയമോ?